ഈ ജീവനക്കാരുമായി ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ കൊച്ചി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ ഇപ്പോൾ കൊച്ചിൻ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാനി, ഇനി നമുക്ക് മുന്നിലുള്ള ആശങ്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരത്തടിയുമെന്ന് പറഞ്ഞ കണ്ടെയ്നറുകളാണ്. തീരത്ത് ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്? അതോടൊപ്പം ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ജീവനക്കാരും ക്യാപ്റ്റനും അടക്കം ഈ തീരത്തേക്ക് എത്തിയതിനു ശേഷം ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? യെസ്, ഡാനി, പോളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങിയെങ്കിലും ആ കപ്പലിലുണ്ടായിരുന്ന 24 പേരെയും ക്യാപ്റ്റൻ അടക്കം 24 ജീവനക്കാരെയും രക്ഷിക്കാൻ കഴിഞ്ഞു നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അവരെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ കൊച്ചിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടു കൂടി ജീവൻ തിരിച്ചു കിട്ടിയ ആ സന്തോഷത്തിൽ കൈകളൊക്കെ വീശി തീരത്തേക്ക് അടുക്കുന്ന ജീവനക്കാരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. ഈ ജീവനക്കാരും ക്യാപ്റ്റൻ അടക്കം തീരത്തേക്ക് എത്തുമ്പോൾ ഈ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു കൂടുതൽ വ്യക്തത അവർ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ തന്നെയാണ് ആര്യ. കാരണം കൂടുതൽ കാര്യങ്ങൾ ഏത് രീതിയിലാകും എന്നത് സംബന്ധിച്ച കൂടുതൽ വസ്തുതകൾ നമുക്ക് വ്യക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അവർ ഇവിടേക്ക് എത്തും, വൈകാതെ എത്തും. ഇതിൽ എന്താണ് സംഭവിച്ചത്, അപകട കാരണം എന്ത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വൈകാതെ അത്തരം വിശദീകരണങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കപ്പലിനെ ആദ്യഘട്ടത്തിൽ കപ്പലിലെ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു പ്രഥമ പരിഗണന. ജീവൻ രക്ഷിച്ചതിനു ശേഷം കപ്പൽ ഉയർത്തിയെടുക്കാൻ പരമാവധി ശ്രമിച്ചു. കപ്പൽ അപകടത്തിൽപ്പെട്ട് ഒരു ദിവസം മുഴുവൻ ക്യാപ്റ്റനും മറ്റ് 2 ജീവനക്കാരും ഈ കപ്പൽ നിയന്ത്രണ വിധേയമാക്കാൻ കപ്പലിൽ തന്നെ തുടരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിശ്രമങ്ങളെല്ലാം വിഫലമായി. കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അടിഭാഗം തകർന്നാണ് കപ്പൽ അപകടത്തിൽപ്പെട്ടത് ഇന്നലെ ഉച്ചയോടുകൂടി. കപ്പലിനെ വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അതിലുണ്ടായിരുന്ന എല്ലാ കണ്ടെയ്നറുകളും കടലിലേക്ക് പതിച്ചു എന്നുള്ളത് ആശങ്കയായി തന്നെ തുടരുകയാണ്. കടലിൽ എണ്ണപ്പാട പടർന്നിട്ടുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള അടിയന്തര നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ഗവൺമെന്റ് തലത്തിൽ നടക്കുകയും എന്ത് നടപടി സ്വീകരിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് ഉച്ചയോടുകൂടി ഈ കണ്ടെയ്നറുകളിൽ ചിലത് ആലപ്പുഴ തീരത്തോ എറണാകുളം തീരത്തോ അടിയാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത്തരത്തിൽ അടിയുകയാണെന്നുണ്ടെങ്കിൽ തീരദേശവാസികൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ആ കണ്ടെയ്നറിന് അടുത്തേക്ക് പോകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ലൈബീരിയൻ കപ്പലിലെ ക്യാപ്റ്റൻ, അദ്ദേഹം തീരത്തേക്ക് മടങ്ങിയെത്തിയതിന്റെ കാഴ്ചകളാണ്. തുടക്കത്തിൽ അദ്ദേഹത്തെ ഈ കപ്പലിൽ നിന്ന് രക്ഷിക്കുന്ന സമയത്ത് അദ്ദേഹം തീരെ അവശനായിരുന്നു. പരമാവധി ആ കപ്പൽ നിയന്ത്രണ വിധേയമാക്കാനും തിരികെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഒക്കെ പരിശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം കടലിൽ തന്നെ ഒരു ദിവസം തുടരുകയും ചെയ്തിരുന്നു. ആ തകർന്ന കപ്പലിൽ തന്നെ തുടരുകയും ചെയ്തിരുന്നു. പക്ഷേ ആ പരിശ്രമം ഒക്കെയും വിഫലമായി. പിന്നീട് അദ്ദേഹത്തെയും കൂടി കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി നടത്തിയ രക്ഷാദൌത്യത്തിൽ രക്ഷിച്ച് ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. Indian Coast Guard to save us and they take care about us since yesterday and the monitoring, good communication and we are survivors in time and it's good job. Thank you very much. What happened in the sea actually? It's just technical problem with some systems of vessel. No collision? Not collision. No. This is just inside problems the vessel. Actually, weather was the... Weather, yes. Also weather incoming was bad. Night time before was weather very bad and this whole situation is... That may be the real cause of this accident, no? I don't know. When did you start feeling this issue, sir? What? When did you start feeling the problem? Like which day?
Yesterday or today? Yes, yesterday since night. Yes. Night started. Yeah. Can you please explain what happened? Huh? What happened at that time And in the ship? I could not say exactly what kind of problem exactly, because it will be investigation and company will inform it. One more thing, sir. How the Navy and Coast Guard operation? Yeah, this is best guys and very professional, and good communication was with them, and all of you healthy? yes, all healthy, just everybody good. Some of you jumped into the sea and you are healthy then. Yes, we are good. Okay, thank you. ലൈബീരിയൻ ചരക്ക് കപ്പലിലെ ക്യാപ്റ്റനാണ് സംസാരിച്ചത്. ഇപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തന്നെയാണോ ഈ അപകട കാരണമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത്തരത്തിലൊരു ഉത്തരം നൽകാൻ കഴിയില്ല, അറിയില്ല എന്ന ഉത്തരത്തിൽ അദ്ദേഹം ഒതുക്കുകയായിരുന്നു. ഒരുപക്ഷെ കൂടുതലായ പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തേണ്ട എന്ന് കരുതിയിട്ടാകും. എന്തായാലും എല്ലാവരും സുരക്ഷിതരാണ്, എല്ലാവരും ആരോഗ്യവാന്മാരാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും രക്ഷാ ദൗത്യത്തെ പ്രശംസിക്കുകയും ചെയ്തു. വളരെ മികച്ച രീതിയിൽ, വളരെ പ്രൊഫഷണലായ രീതിയിൽ അവർ അവരുടെ കർമ്മം നിർവഹിച്ചു എന്ന പ്രശംസ കൂടി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും അവിടെ സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസുകളിൽ കയറ്റി ഒരു പ്രാഥമിക പരിശോധന എന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ആര്യ, കാണുക, എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന്. കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്ത് നിന്നാണ്. കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനത്ത് ഇപ്പോൾ ICG അർണേഷ് എന്ന കപ്പൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിന്റെ ഡെക്കിൽ വന്ന് നിൽക്കുന്ന അവിടെ ജീവനക്കാരെയാണ്, കപ്പൽ ജീവനക്കാരെയാണ്. വളരെ ആശ്വാസകരമായ, സന്തോഷഭരിതമായ ഒരു മുഖത്തോടെ നമുക്ക് കാണാം. കാരണം തീർത്തും ഒരു പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ തിരിച്ച ജീവിതത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന് പോലും അവർക്ക് സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൃത്യമായി നാവികസേനയുടെയും തീരരക്ഷാസേനയുടെയും ഒരു ഇടപെടൽ അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ ഒരു സന്തോഷവും ആശ്വാസവും എല്ലാം തന്നെ അവരുടെ മുഖങ്ങളിൽ കാണാൻ നോക്കുക. 21 ജീവനക്കാർ അവർ ഇവിടെയുണ്ട്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ജെട്ടിയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു. വൈകാതെ ഇവർ ഷിപ്പിൽ നിന്ന് ഇവിടേക്ക് വരികയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ തീർത്തും ദുഷ്കരമായ ഒരു ദൗത്യം അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നലെ മുതൽ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കേട്ട വാർത്തകളിൽ വലിയ ആശങ്കകൾ. At 1:15 hours, we received ഒരു നിമിഷം a distress call from motor vessel MSC Elsa 3. It was Saturday and the crew were off. You can